ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ പതിവ് പോലെ തന്നെ പശുക്കളെ പാടൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. മഴ പെയ്തുകൊണ്ട് നല്ല പച്ച പുല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പശുക്കൾക്ക് നല്ല കുശാലാട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കെട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ അഴിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ കൂടെ വീഡിയോ എടുക്കലെന്നോടെ കരുതി പോവാം. അപ്പോൾ പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ല. അപ്പോൾ എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കൽ തന്നെ കേട്ടോ പണി. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പച്ചപ്പ് നെല്ലാട്ടോ, നെല്ലൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ, എന്നാലും ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ഇനി കുറച്ചും കൂടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അരക്കൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൂടെ നടക്കാനൊന്നും പറ്റില്ല, നല്ല റിസ്ക് ആയിരിക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ തന്നെ പാടത്ത് പശുക്കളൊക്കെ ഒന്ന് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മ പശുവിനെ അഴിച്ചിട്ട് ഇങ്ങനെ ഓരോന്നിനും അഴിച്ച് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ അറിയാം കേട്ടോ. ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. ഇവിടെ അച്ഛനും അമ്മയും 3 ആൺകുട്ടികളും 3 മരുമക്കളും 3 പേരക്കുട്ടികളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം കേട്ടോ. ഇവിടെ മഴയൊക്കെ പെയ്തത് കാരണം നല്ല മീനൊക്കെ കിട്ടുന്നുണ്ട്. രാത്രി ആയാലൊക്കെ പുതുമഴ പെയ്തതുകൊണ്ട് തന്നെ നല്ല മീൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ അയൽവാസിയിലൊരു മോന്, അവൻ ഇപ്പോൾ മീനെ പിടിച്ചിട്ട് എനിക്ക് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് പരലാണ്. ഇത്രയും വലിപ്പമുള്ളൊരു പരലിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ അമ്മ അടുത്ത ആളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പച്ചപ്പുല്ല് കണ്ട പശുക്കൾ തീരെ വരില്ലല്ലോ പാടത്തുനിന്ന്. അപ്പോൾ അമ്മ ഇപ്പോൾ ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു വരാം കേട്ടോ. എന്നോടും അയൽവാസിയിലെ കുട്ടീനോടും കൂടെ വർത്തമാനം പറഞ്ഞിട്ട് വരികയാണ്. അവൾ കുറച്ച് വികൃതിക്കാരത്തി കേട്ടോ. പശുക്കുട്ടി വലിച്ചിട്ടൊന്നും വരുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പശുക്കളുടെ കാര്യമൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ നോക്കാറ്. 4 തള്ള പശുക്കളും 3 കുട്ടികളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അമ്മ അവന് മീൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ചോദിച്ചറിയാം കേട്ടോ എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ. അപ്പോൾ അവൻ എനിക്ക് മീൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയതാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവന് കിട്ടിയ മീൻ. അവൻ എനിക്ക് കാണിച്ചു തരികയാണ് എന്തൊക്കെ മീൻ കിട്ടി, എത്ര എണ്ണം കിട്ടിയെന്നൊക്കെ ഉള്ളതൊക്കെ അവൻ എനിക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. പിന്നെ ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയുള്ളൊരു കുളം കാണാൻ പോകാനുള്ളൊരു പ്ലാനിങ് കൂടി ഉണ്ട്. അപ്പോൾ പശുവിനൊക്കെ വേഗം അഴിച്ച് കെട്ടിയിട്ട് കുളത്തിലേക്ക് പോകാനുള്ള തിടുക്കത്തിലാട്ടോ ഞങ്ങൾ. അപ്പോൾ ഇയാളും കൂടെ വരുന്നുണ്ട്, ബാസി എന്നിട്ട് ആളുടെ പേര്. അപ്പോൾ അവനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പശുവിനെ അഴിക്കാൻ വന്നതാണ്.